ഖലീഫ പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒട്ടും അങ്ങോട്ട് ഇമോഷണലി ഗ്രിപ്പിംഗ് അല്ലാതെ വളരെ ബോറടിച്ച് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഈ സിനിമയ്ക്കുള്ളത്. എനിക്ക് ഒട്ടും അങ്ങോട്ട് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അവരുടെ പ്ലേസ്മെന്റ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ബിൽഡപ്പുകൾ, അവരെ യൂസ് ചെയ്തിരിക്കുന്ന രീതി, ഇതൊന്നും അത്ര അങ്ങോട്ട് ഒരു നമ്മളുമായിട്ടൊന്നും ഒരു കണക്ഷൻ ഈ സിനിമയ്ക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതേ ഇല്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ആണ്. ഒരു പാട്ടൊക്കെ ഒന്ന് രണ്ട് പാട്ട് വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ആയിട്ട്. അതിനകത്ത് ഒരു പാട്ടിനകത്ത് പൃഥ്വിരാജ് കുമാറിന്റെ പിന്നെ കല്യാണം ഫുള്ളും കഴിയുക. പിന്നെ ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം പാട്ട് അവസാനിക്കുന്ന സമയത്ത് കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിയുന്നു. ആ രീതിയിലുള്ള ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ജേക്സ് പീജോയുടെ ബാക്കിയുള്ള ചില സ്ഥലങ്ങളിലുള്ള ബീജം കൊള്ളാം. ആ ഒരു അറബിക് ആ ഒരു ടോണിൽ പോകുന്ന ബീജംസ് എല്ലാം ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് ആ ട്രെയിലറിനകത്ത് കാണിച്ചിട്ടുള്ള പല ബീജമും ഈ സിനിമയ്ക്ക് എനിക്ക് കുറച്ചും കൂടി ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള മെജോറിറ്റി ഓഫ് ബീജം അത്ര അങ്ങോട്ട് പോരായിരുന്നു. പിന്നെ ഈ പൃഥ്വിരാജ് സുകുമാരൻ അങ്ങോട്ട് മാസ് കാണിക്കാൻ അങ്ങോട്ട് ഒരു ആപ്റ്റ് ആയിട്ടുള്ള നടനില്ലാത്ത കൂട്ടാണ് തോന്നുന്നത്. കാരണം ഇതിനകത്ത് പല സീനുകളിലും പൃഥ്വിരാജിന് ഒരു സ്വാഗ് ഇല്ല. പുള്ളി നടന്നു വരുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന സീൻസ് ആയിക്കോട്ടെ, ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ വളരെ വീക്കാണ്. പഞ്ചിങ് ആണ് കൂടുതൽ. പറത്തിയുള്ള അടിയൊക്കെ ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. കൂടുതലും പിന്നെ പഞ്ചിങ് ആണ്. ബോക്സിങ് ചെയ്യാൻ നിൽക്കുന്ന പോലെ നിന്നിട്ട് ഉള്ള പഞ്ചിങ് ആണ് കൂടുതൽ. പിന്നെ വില്ലന്മാരുടെ എസ്റ്റാബ്ലിഷ്മെന്റും വളരെ വീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ടെറർ വില്ലനായിട്ട് ആരെയും തോന്നിക്കുന്നില്ല. പിന്നെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്താണ് പിന്നെ സിനിമയുടെ തീം എന്ന് പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത്, അതിന് പല രീതിയിലുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നതെല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും നമുക്കൊരു ഫീൽ ആവുന്നതേ ഇല്ല ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു സിനിമ. ജിനു ബി എബ്രഹാം എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് വെക്കിയിരിക്കുന്നത്. സ്ക്രിപ്റ്റിങ് വളരെ വീക്കാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ആകെ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കകത്ത് ആളുകളൊന്നും മനസ്സറിഞ്ഞ് കൈയടിച്ചതെന്ന് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരന്റെ ഇൻട്രൊഡക്ഷൻ സമയത്താണ്. ഒരു കാറിൽ നിന്ന് വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, അത് സിമ്പിളായിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അവിടെ ആളുകൾ മനസ്സ് നിറഞ്ഞൊന്നും കൈയടിച്ചായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കൈയടി വരുന്നുണ്ട്, പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെ മെജോറിറ്റി ഓഫ് സീനുകളിലും, മാസ് കാണിക്കുന്ന മെജോറിറ്റി ഓഫ് സീനുകളിലും ആളുകൾ സൈലന്റ് ആണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് സിനിമയുമായിട്ട് ഇമോഷണലി കണക്ട് ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഞാനും പല സമയങ്ങളിൽ പിന്നെ കണ്ടിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്നത് എല്ലാം ഞാൻ ഈ സിനിമയുടെ ഇടയ്ക്ക് കാണുന്നുണ്ട്. അവർക്ക് മാത്രമല്ല എനിക്കും അങ്ങോട്ടൊരു ഇംപ്രസീവ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിട്ട് ഈ സിനിമ തോന്നിയിട്ടേ ഇല്ല. വൈശാഖിന്റെ മേക്കിംഗ് അറിയാമല്ലോ. അത്യാവശ്യം നല്ല ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം കയറി പിന്നെ കലക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ പുലിമുരുകനും മധുരാജൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ടർബോ ആയിക്കോട്ടെ, ടർബോയും ഒരു വീക്ക് സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ വൈശാഖിന്റെ മേക്കിംഗ് അതിനകത്ത് മികച്ചു നിന്നിരുന്നു. ഈ സിനിമയ്ക്കകത്തും അങ്ങനെ തന്നെയാണ്. സ്ക്രിപ്റ്റ് മോശമാണ്, പക്ഷെ വൈശാഖ് നല്ല രീതിയിൽ പണിയെടുത്ത സിനിമ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സ് ആണ്, എല്ലാം ഭയങ്കര സ്പീഡായിട്ടാണ് പിന്നെ തുടക്കം തൊട്ടേ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ബോറടി ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ട് കണക്ട് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ നമുക്കറിയാം ലാലേട്ടന് അതിനകത്തൊരു ക്യാമിയോ ഉണ്ടോ എന്നുള്ളത്. ലാലേട്ടന്റെ ക്യാമിയോ എങ്ങനെയായിരിക്കും ഇവർ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ലാലേട്ടനകത്ത് പൃഥ്വിരാജിന്റെ മുത്തശ്ശനാണ്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്നാണ് പേര്. അപ്പൊ ഈ പുള്ളിക്കാരൻ ഇപ്പൊ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ എന്തായാലും പൃഥ്വിരാജിന് ഈ സിനിമയ്ക്കകത്ത് ഒരു 30+, ഒരു 40 വയസ്സിനോട് അടുത്ത് എന്തായാലും പ്രായം കാണുമല്ലോ ഈ സിനിമയ്ക്കകത്ത്. അപ്പൊ പൃഥ്വിരാജിന്റെ അച്ഛനാണ് രഞ്ജി പണിക്കർ. രഞ്ജി പണിക്കറിനും ഒരു 50+ അല്ലെങ്കിൽ ഒരു 60 അടുത്തായിട്ട് ഈ ഇതിനകത്ത് ഏജ് കാണും. അപ്പോ രഞ്ജി പണിക്കറുടെ ഫാദറാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്, ആ മാമ്പറക്കൽ അഹമ്മദ് അലി. പുള്ളിക്ക് എന്തുപോലും ഒരു 70+, ഒരു 80 അടുപ്പിച്ച് അല്ലെങ്കിൽ ഓവർ 80 അത്രയും പ്രായം വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് രഞ്ജി പണിക്കറുടെ ക്യാരക്ടറിനും അല്ലെങ്കിൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തിനുള്ള ഒരു ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു അവശതയുണ്ടല്ലോ. മുഖത്തൊക്കെ ചുളിവൊക്കെ വന്ന് പിന്നെ നടക്കുമ്പോൾ നമുക്ക് അറിയാം, അത്രയ്ക്കും പ്രായമുള്ള ഒരാൾ നടക്കുന്ന കൂട്ട് തന്നെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ആ ഒരു രീതി, ഇത് ഈ പിന്നെ ലാലേട്ടന്റെ ക്യാരക്ടറിന് വരുന്നതില്ല. അതായത് ലാലേട്ടന്റെ മുത്തശ്ശനാണ്, പൃഥ്വിരാജിന്റെ മുത്തശ്ശനാണ്. അപ്പോൾ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ രീതിയിൽ നടക്കുവോ? അല്ല പിന്നെ ഈ മുടി വെളുപ്പിച്ചതുകൊണ്ട് മാത്രം നമുക്ക് പ്രായം തോന്നിക്കത്തില്ലല്ലോ. നമ്മുടെ സ്കിന്നിനകത്ത് വരേണ്ട സ്വാഭാവികമായിട്ടുള്ള ചുളിവുകളും അതെല്ലാം ഉണ്ട്. അതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്ക്രീനും ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. മുടി വെളുപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രായം തോന്നിക്കത്തില്ല. അപ്പൊ അത് വളരെ ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ലാലേട്ടനെ കൂടാതെ വേറെ 1-2 ക്യാമിയോസും കൂടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല. എന്തായാലും ലാലേട്ടന്റെ ക്യാരക്ടർ അദ്ദേഹം 2 മിനിറ്റ് താഴെ കണ്ട അദ്ദേഹത്തിന് ഉള്ളൂ ടൈമിങ്.
പക്ഷേ അത്രയും ടൈമിംഗ് കൊണ്ടൊന്നും അദ്ദേഹത്തിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു ഇംപ്രസീവ് ആയിട്ടൊരു കഥാപാത്രമല്ല. അത് ലാലേട്ടൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ കൈയടിക്കുന്നത്. അല്ലാതെ ആ കഥാപാത്രം എഴുതി വെച്ചേക്കുന്ന അത്ര ബ്രില്യൻ്റ് ആയിട്ടാണെന്നും എനിക്ക് അഭിപ്രായമില്ല. എന്തായാലും ഒരു ബിലോ ആവറേജ് ഒരു സിനിമ. പിന്നെ ജെക്സ് ബിജോയുടെ ഇമോഷണൽ സീൻസിലുള്ള ബീജം ഒക്കെ അത്ര അങ്ങോട്ട് ഒരു നമുക്കൊരു ടച്ചിങ് ആയിട്ടൊരു ബീജിയമേ അല്ല. ഒരു പിന്നെ ബിലോ ആവറേജ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് ഖലീഫ പാർട്ട് 1 എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പാർട്ട് 2 വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. കാരണം പിന്നെ ടർബോയുടെ പാർട്ട് 2 ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ കാരണം ഒരു പക്ഷേ ടർബോയ്ക്ക് മിക്സ്ഡ് ഒപ്പീനിയൻ വന്നുകൊണ്ടായിരിക്കാം. അതെങ്ങനെ വരുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ഇതിന്റെ പാർട്ട് 2 ഉണ്ടാവും എന്നുള്ളതൊക്കെ കണ്ടറിയണം.